ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തല തന്നെയാണ്. ഈ തലയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് കണ്ണ്. ഈ നമ്മുടെ കണ്ണിനെ നമുക്കൊരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ കാഴ്ച നമ്മൾ കാണുന്നത് വേറൊരു ദർപ്പണത്തിലൂടെ ആയിരിക്കും. അതേ പക്ഷം എല്ലാ കാഴ്ചകളും കാണുന്ന ഈ കണ്ണുകൊണ്ട് സ്വയം നമ്മുടെ കണ്ണിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് 100% സത്യമാണ്. ഈ കണ്ണ് വളരില്ല. ജനിക്കുമ്പോഴേ കിട്ടുന്നത് അതേ വലിപ്പത്തിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. എല്ലാ കാഴ്ചകളും കാണിച്ചു തരുന്ന ഈ കണ്ണിനെ കാണാൻ നമുക്ക് കഴിയുന്നതേയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉൾക്കണ്ണും. നമ്മുടെ ഉൾക്കണ്ണും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പുറം കണ്ണ് ഒരു ദർപ്പണത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുമ്പം ഉൾക്കണ്ണ് നമ്മൾ കാണുന്നത് ഭഗവാനിലൂടെയാണ്, ഈശ്വരനിലൂടെയാണ്, ദൈവത്തിലൂടെയാണ്. ആ ഉൾക്കണ്ണ് കാണാനുള്ള ഭാഗ്യം തരുന്ന ഈശ്വരനെ നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാറില്ല. മറന്നു പോകുന്നത് പലപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾക്ക് അതിൻ്റെ ആഴം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്. കിട്ടുന്ന സമയത്ത് മാത്രം നമ്മളതൊരു ഭാഗ്യമായിട്ട് കരുതും. അത് കഴിഞ്ഞാൽ നമ്മൾക്കതൊരു ഭാഗ്യമായിട്ട് തോന്നുകയില്ല. പക്ഷേ ഈ പുറം കണ്ണ് നമുക്ക് കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടാത്തതുപോലെ അകക്കണ്ണും നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടാതിരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാതെ അകം കണ്ണും പുറം കണ്ണും നമുക്ക് എല്ലാം കാണിച്ചു തരുന്നത് ഭഗവാനാണ് എന്നുള്ള ബോധത്തോടെ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് എല്ലാ ഭാഗ്യവും നേടാൻ പറ്റും. ഭഗവാൻ എല്ലാ ഭാഗ്യവും തരാനും പറ്റും. ചോദിച്ച് വാങ്ങിക്കുക, എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.